ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ബിനൈൻ ഡിസീസാണ്. അത് യൂട്രൈൻ മസിലിന് വരുന്ന ഒരു ഡിസീസാണ്. യൂട്രൈൻ മസിലിൻ്റെ ഒരു ഓവർ ഗ്രോത്ത് അല്ല, ഒരു ബോൾ ഷേപ്ഡ് ഓവർ ഗ്രോത്ത് എന്നും പറയാം. ഇതെങ്ങനെയാണ് സിംറ്റംസ് കോസ് ചെയ്യുന്നത്? ഡോക്ടറിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണ്? ബേസിക്കലി ഫൈബ്രോയിഡ്സ് എങ്ങനെയാണ് സിംറ്റംസ് കോസ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ യൂട്രസിൻ്റെ നോർമൽ ഇത് നമുക്ക് മനസ്സിലാക്കണം, ഫംഗ്ഷൻ മനസ്സിലാക്കണം. ഇപ്പോൾ യൂട്രസിൽ മെയിൻലി ഉള്ളത് യൂട്രൈൻ മസിൽസ് ഉണ്ട്. പിന്നെ മസിൽസിൻ്റെ അകത്തായിട്ട് നമുക്ക് യൂട്രൈൻ എൻഡോമെട്രിയം ഉണ്ട്. അതാണ് മന്ത്ലി ബേസിസിൽ നമുക്ക് ഈ എൻഡോമെട്രിയമാണ് ഷെഡ് ഓഫ് ആയിട്ട് മെൻസസ് ആയിട്ട് വരുന്നത്. യൂട്രൈൻ മസിൽസ് ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റിലാണ് ഉള്ളത്. സോ ഈ മസിൽസിൻ്റെ ഈ സിഗ്സാഗ് ക്രോസിങ്ങിൻ്റെ അകത്ത് കൂടെയാണ് നമുക്ക് ബ്ലഡ് വെസൽസ്, യൂട്രൈൻ എൻഡോമെട്രിയത്തിന് സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസ് വരുന്നത്. യൂഷ്വലി ഈ മന്ത്ലി പീരീഡ്സ് വരുമ്പോൾ എൻഡോമെട്രിയം ഷെഡ് ഓഫ് ആകുമ്പോൾ ഈ മസിൽസ് കൺട്രാക്ട് ചെയ്യും. കൺട്രാക്ട് ചെയ്യുമ്പോൾ അത് എൻഡോമെട്രിയത്തിന് സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസും ഇങ്ങനെ കംപ്രസ് ആവും. അതുകൊണ്ടാണ് എക്സസീവ് ബ്ലീഡിങ് വരാതെ റെഗുലർ ബ്ലീഡിങ് വന്നിട്ട് അത് സെറ്റിൽ ആവുന്നത്. ബട്ട് ഫൈബ്രോയിഡ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ മസിൽസിൻ്റെ ക്രിസ് ക്രോസിൻ്റെ ഇടയ്ക്ക് ഒരു വലിയൊരു ഫൈബ്രോയിഡ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മസിൽസിനെ കൺട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ കൺട്രാക്ട് ചെയ്യാൻ പറ്റാത്തത് കാരണം ബ്ലീഡിങ് കൂടുതലായിട്ട് വരും. അതാണ് നമ്മൾ മെഡിക്കൽ ടേംസിൽ മെനോറേജിയ എന്ന് പറയുന്നത്. പിന്നെ ഈ ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സറൗണ്ടിങ്ങിലുള്ള മസിൽസ് കുറച്ചും കൂടെ എഫേർട്ട് ഇട്ട് കൺട്രാക്ട് ചെയ്യും. അത് കാരണമാണ് ഈ എക്സസീവ് കൺട്രാക്ഷൻ കാരണമാണ് എക്സസീവ് പെയിൻ വരുന്നത് പീരിയഡ്സ് ടൈമിൽ. സോ മെനോറേജിയ ആൻഡ് ഡിസ്മെനോറിയ, അതായത് പെയിൻഫുൾ പീരിയഡ്സ് ആണ് നമ്മുടെ ഫൈബ്രോയിഡ്സിൻ്റെ മോസ്റ്റ് കോമൺ സിംറ്റംസ് ആയിട്ട് വരുന്നത്.